കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK രാഘവന് എതിരായ ഒളിക്യാമറ വിവാദത്തിൽ കേസെടുക്കുന്നത് സംബന്ധിച്ചുള്ള നിയമോപദേശം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് കൈമാറിയേക്കും. ഇന്നലെയാണ് DGP ലോക്നാഥ് ബെഹ്റ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടിയത്. സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ കണ്ണൂർ റേഞ്ച് IG MR അജിത് കുമാറും ഒളിക്യാമറ ഓപ്പറേഷൻ CPM ഗൂഢാലോചനയാണെന്ന MK രാഘവന്റെ വാദത്തെ തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇതിനിടെ തനിക്കെതിരെ കേസെടുക്കാനുള്ള പോലീസിന്റെ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് MK രാഘവനും രംഗത്തെത്തിയിരുന്നു. ഒളിക്യാമറ വിവാദത്തിൽ സമയമാകുമ്പോൾ കൂടുതൽ പ്രതികരണം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഒളിക്യാമറ ഓപ്പറേഷൻ റിപ്പോർട്ട് ചെയ്ത ചാനലിൽ നിന്ന് പിടിച്ചെടുത്ത മുഴുവൻ ദൃശ്യങ്ങളും പരിശോധിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്തണമെങ്കിൽ കേസെടുത്ത് അന്വേഷണവും നടത്തണമെന്നാണ് IG-യുടെ റിപ്പോർട്ട്. അതേസമയം CPM-നെതിരായ ആരോപണം പോലീസ് തള്ളിയിട്ടുണ്ട്. ഒളിക്യാമറയ്ക്ക് പിന്നിൽ CPM ഗൂഢാലോചനയാണെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് കണ്ണൂർ റേഞ്ച് IG റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് കേസെടുക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെ രാഷ്ട്രീയം കോഴിക്കോട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിയും. താൻ ഇതിനെ അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്നായിരുന്നു ഇതിനെ MK രാഘവന്റെ പ്രതികരണം. എന്തായാലും ഒളിക്യാമറ വിവാദത്തിൽ രാഘവൻ പെടും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇനി എന്താകും ഇക്കാര്യത്തിൽ UDF-ന്റെ നിലപാട്? കാരണം തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കോഴിക്കോട് MK രാഘവൻ UDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് UDF-നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഇന്ന് റിപ്പോർട്ട് കൈമാറുമ്പോൾ രാഘവനെതിരെ കേസ് എടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനമാകും. അത് CPM-ന്റെ ഗൂഢാലോചനയാണെന്നുള്ള ആരോപണമൊക്കെ പോലീസ് തള്ളിക്കളഞ്ഞു. ആ ദൃശ്യങ്ങൾക്ക് കൃത്രിമമല്ല, അത് രാഘവന്റെ തന്നെയാണ്, ഡബ് ചെയ്ത സംഭാഷണമാണ് അത് എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി രാഘവൻ തന്നെ രംഗത്തെത്തിയിരുന്നു. നഗരത്തിലെ ഹോട്ടൽ സമുച്ചയം പണിയാൻ 15 ഏക്കർ ഭൂമി വാങ്ങാനെന്ന വ്യാജേനയാണ് ഹിന്ദി ചാനൽ പ്രതിനിധികൾ MK രാഘവനെ കണ്ടത്. ഇടപാടിന് മധ്യസ്ഥം വഹിച്ചാൽ 5 കോടി രൂപ നൽകാമെന്ന് അവർ വാഗ്ദാനവും നൽകിയിരുന്നു. പണം ഡൽഹിയിലെ പ്രൈവറ്റ് സെക്രട്ടറിയെ ഏൽപ്പിക്കാൻ രാഘവൻ നിർദ്ദേശിച്ചു എന്നുമായിരുന്നു ചാനലിന്റെ അവകാശവാദം. എന്നാൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണ് ദൃശ്യങ്ങളെന്നും രാഘവൻ ആരോപിച്ചിരുന്നു. രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ LDF നീക്കം തുടങ്ങി. ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ഇനി മുഖ്യ വിഷയം ഈ ഒളിക്യാമറ ദൃശ്യങ്ങളാകും എന്നും രാഘവൻ പറഞ്ഞിരുന്നു. എന്നാൽ ആ ഹിന്ദി ചാനലിന്റെ ന്യൂസ് എഡിറ്റർ തന്നെ രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ ഒളിക്യാമറ ദൃശ്യങ്ങളൊന്നും വ്യാജമല്ല, അത് എഡിറ്റ് ചെയ്തതല്ല, ഡബ് ചെയ്തതല്ല, അത് രാഘവൻ്റെത് തന്നെയായിരുന്നു എന്നുള്ള വ്യക്തമായ നിലപാടുമായി ഹിന്ദി ചാനലിന്റെ ന്യൂസ് എഡിറ്റർ തന്നെ രംഗത്തെത്തിയിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്നത്തെ ഈ റിപ്പോർട്ട് കൈമാറൽ രാഘവനെ ഏറെ വിവാദത്തിലാകും. രാഘവനെ മാത്രമല്ല, ഒപ്പം കേരളത്തിലെ UDF-നെയും അത് ഏറെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇനി കൊട്ടിക്കലാശവും നിശബ്ദ പ്രചരണവും മാത്രമാണ് തിരഞ്ഞെടുപ്പിന് അവസാന ഘട്ടം ബാക്കിയായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിൻ്റെ ഒരുക്കത്തിലാണ് എല്ലാ മുന്നണികളും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ MK രാഘവനെതിരെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി രാഘവനെതിരെ കേസെടുത്താൽ എന്താകും UDF-ന്റെ പ്രതിസന്ധി, UDF-ന്റെ നിലപാട്, ഇതിനെതിരെ രാഘവൻ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഇതൊക്കെയാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അതുതന്നെയാണ് വരുന്ന മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.